സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനൊക്കെയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത്, ഇപ്പോൾ ഈ ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെയും ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകിയിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്. 7 തവണയാണ് നോട്ടീസ് നൽകുന്നത്. അന്ന് പക്ഷേ കോടതിയിലെത്തുമ്പോൾ ആ നോട്ടീസിൽ കിഫ്ബി രേഖകൾ ചോദിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട്, വീട്ടുകാരുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചതെന്നാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കോടതിയിൽ നിൽക്കാത്ത കാര്യങ്ങളുമായിട്ടാണോ ഇ ഡി മുന്നോട്ട് പോകുന്നത്? ഇത്രയും സമയമെടുത്തതുപോലും ഇതിൽ പരിശോധന നടത്താനെന്ന വാദമാണ് ഇ ഡി നടത്തുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്ന്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രീ തോമസ് ഐസക് താങ്കളോടുള്ള മറുപടിയിൽ പറഞ്ഞത്, ഈ കേസിൽ മെറിറ്റ് ഇല്ല, അതിനകത്ത് പ്രത്യേകിച്ച് വയലേഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സമൻസിന് ഉത്തരം കൊടുക്കുന്നതിൽ എന്താണ് തടസ്സം? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ റിപ്ലൈ ചെയ്യുന്നതിന് ചീഫ് മിനിസ്റ്റർക്ക് പേഴ്സണലി അപ്പിയർ ചെയ്യേണ്ട, അതിന് മറുപടി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് മറുപടി കൊടുക്കണമോ, ആ നിയമം അനുസരിക്കണമോ എന്നുള്ളൊരു ചോദ്യമേ അല്ല. നിയമത്തിൽ ഒരു ഹൈക്കോടതിയിൽ നേരത്തെ പോയപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സമൻസ് ആണ് വേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതി അതിൽ ഇടപെട്ടത്. ഹൈക്കോടതി 2 പ്രാവശ്യം ഇടപെട്ടപ്പോഴും ഹൈക്കോടതി 2ാമത്തെ പ്രാവശ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വിധിയിൽ പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും ഇവിടെ വന്ന് തടസ്സപ്പെടുത്തുകയാണ്. ഇ ഡിയുടെ എൻക്വയറിയും ഇ ഡി എന്തിനാണ് ഈ നോട്ടീസ് അയച്ചതെന്നുള്ളത് വ്യക്തതയില്ല എന്ന് പറയുന്നുണ്ട്. ആ വ്യക്തത വരാതിരിക്കാൻ വേണ്ടി, വീണ്ടും സമൻസ് വരാതിരിക്കാൻ വേണ്ടി പെറ്റീഷണർ ഇങ്ങോട്ട് വരുവാണ്, ഈ കോടതിയിലോട്ട് വരികയാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വിധിയിൽ പറയുന്നത്. അതുകൊണ്ട് വ്യക്തതയില്ലാത്ത കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടാണ്. പക്ഷേ താങ്കൾക്ക്, എനിക്കറിയില്ല, ചോദ്യങ്ങൾ ചോദിച്ചതിന് കൃത്യമായ മറുപടി കിട്ടിയോ? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കൃത്യമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എക്സ്പെർട്ട് അല്ലാത്തവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഇ ഡിയിലെ സമൻസിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആർ ബി ഐയുടെ ഫ്രെയിംവർക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അതിനെന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? അദ്ദേഹം മറുപടി പറഞ്ഞത് അത് ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പി, അത് പിന്നെ ഇന്ത്യൻ രൂപയിൽ തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ്. അതാണോ അദ്ദേഹത്തിൻ്റെ മറുപടി? ഇതിൽ ആർ ബി ഐ, അതായത് ആർട്ടിക്കിൾ 293 ഭരണഘടനയിൽ പറയുന്നത് ബോറോയിങ് ലിമിറ്റ്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റിന് കടമെടുക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. പറയുന്നത്, സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ് എക്സ്റ്റെൻഡ് ടു ബോറോയിങ് within the territory of India upon the security of the consolidated fund of the state within such limits, if any, as may from time to time be fixed by the legislature of such state by law, and to the giving of guarantees within such limit, if any, as may be so fixed. രാജ്യത്തിനകത്ത് നിന്നാണ് കടമെടുക്കാൻ പറ്റുന്നത്. ആർട്ടിക്കിൾ 293 അനുസരിച്ച് എൻട്രി, അതായത് സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും ഉണ്ട്. 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 1 എൻട്രി 37 പറയുന്നത്, വീണ്ടും അതിൽ ഞാനത് വായിക്കാം. എൻട്രി ഫോറിൻ ലോൺസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും മറികടക്കാൻ വേണ്ടി ഒരു സ്കീം ഉണ്ടാക്കുന്നു. ശരി, അതിൽ ആർ ബി ഐയുടെ നിബന്ധനകൾ അനുസരിച്ച് വേണം ഈ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ. ആ സെക്ഷൻ 6(3) എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ഫെമയിൽ, ഈ കടമെടുക്കുന്ന സമയത്ത്, ബോണ്ട് റേസ് ചെയ്യുന്ന സമയത്ത്. അതിൽ അനുസരിച്ച് ആർ ബി ഐ കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റിൽ എൻഡ് യൂസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ലിസ്റ്റിലുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ എൻഡ് യൂസർ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ഇത് 2022 കോടതി വിധിയിൽ പറയുന്നുണ്ട്, പുതിയൊരു കാര്യമല്ല. എന്നത് വായിക്കാം, ഒരു നിമിഷം. റിയൽ എസ്റ്റേറ്റിൻ്റെ പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം പറയുന്നത് ഭൂമി ഏറ്റെടുക്കുന്നത് ഇതിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതൊരു വിചിത്രമായിട്ടുള്ള വാദമാണ്. ഇങ്ങനെയുള്ള വാദങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതോറിറ്റിയുടെ മുമ്പിൽ ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആക്സെപ്റ്റ് ചെയ്യുമോന്ന് അറിയില്ല. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ഫ്രെയിം, ഇത് ഹൈക്കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ വിധിയിൽ 2022 ജസ്റ്റിസ് വി ജി അരുൺ. അപ്പം ശ്രീ തോമസ് ഐസക്കിന് അതിൽ റിലീഫ് കിട്ടി, വീണ്ടും സമൻസ് അയക്കരുതെന്ന് പറഞ്ഞു. അവിടെ ആ വിധിയിൽ പറയുന്നുണ്ട്, ആർ ബി ഐയുടെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ഫ്രെയിംവർക്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എൻഡ് യൂസേജ് നെഗറ്റീവ് ലിസ്റ്റ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് പ്രൊസീഡ്സ് cannot be invested for the items included in the negative list. One item in the negative list is real estate activity. റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റി പാടില്ല എന്ന് ആർ ബി ഐയുടെ ആ ഫ്രെയിംവർക്കിൽ പറയുന്നുണ്ട്. അത് അദ്ദേഹം വിശദീകരിച്ചില്ല. താങ്കളെ ചോദ്യം വ്യക്തമായിട്ട് ചോദിച്ചു, പ്രതിപക്ഷം ചോദിച്ചു,
അദ്ദേഹം പറയുന്നില്ല, കോടതിയിലും പറഞ്ഞില്ല. ഹൈക്കോടതിയിൽ പറയുമ്പോൾ ഈ വിവരങ്ങളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ഹൈക്കോടതി 2023 ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ കേസ് ഡിവിഷൻ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ചിൻ്റെ വേറൊരു വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് വീണ്ടും റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ വന്ന് ഈ കേസ് ഡിസ്പോസ് ഓഫ് ചെയ്തപ്പോൾ പറയുന്നത് അതിൽ സമൻസ് ഇഷ്യൂ ചെയ്തതിലൊക്കെ ഇടപെടാൻ, അതിലെ അന്വേഷണത്തിലൊക്കെ ഇടപെടാൻ വിസമ്മതിച്ചു. ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് നിയമപരമായിട്ട് ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇതിനകത്തുള്ള വയലേഷൻസ് ഫ്ലാഗ് ചെയ്തു. അതും അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള മറുപടി പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അത് ആ റിപ്പോർട്ട് തള്ളി എന്നാണ് പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട്, അതിനകത്തുള്ള വയലേഷൻസ്, ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് അത് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ഓർഡറിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ദ പിക്വാൻ സിറ്റുവേഷൻ നൗ ഫേസ്ഡ് ഈസ് ദാറ്റ് ദർ ഈസ് woefully small information available to this court as to what is the investigation being proceeded with by the ED, and any disclosure has now stopped by the petitioners themselves by ensuring that they are not forced to make such disclosures through fresh summons or otherwise. ഇനി പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരാതെ ഇവർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സമൻസ് വരാതെ. ഈ പെറ്റീഷണേഴ്സ് എന്ന് പറയുന്നത് കോടതിയിൽ പോയ ആൾക്കാർ, ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരാണ്. അവിടെ പോയിട്ട് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ തടഞ്ഞതെന്ന് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടിയെന്നാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് അത് അനുകൂലമാകുന്നതെന്ന്. ഈ ഒരു നിയമവ്യവസ്ഥയിൽ എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്. ഇതിനകത്ത് വേറൊരു വിചിത്രമായ വാദം ഉന്നയിച്ചിരുന്നു ഇവർ. ഈ കേരളത്തിലെ കിഫ്ബിക്കെതിരെ മാത്രമേ ഇങ്ങനെ ഒരു പ്രൊസീഡിംഗ് ഉള്ളൂ, വേറെ മസാല ബോണ്ട് ഇഷ്യൂലൊന്നും ED ഇടപെടുന്നില്ല എന്നൊരു വാദം. അത് ഹൈക്കോടതി വളരെ സംശയമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു എൻക്വയറി, അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. ആ ഒരു വാദം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് പത്മനാഭൻ, നേരത്തെയും ചില നോട്ടീസുകൾ നൽകുന്നു, ഇപ്പോൾ നൽകുന്ന പുതിയ നോട്ടീസ്, ഇതിപ്പോൾ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണല്ലോ പുതിയ നോട്ടീസ്. അപ്പോൾ പഴയ നോട്ടീസിലെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അതിനൊപ്പം വരുന്ന, അതിനോട് കൂട്ടിച്ചേർക്കേണ്ട അടുത്ത നോട്ടീസായിട്ടാണോ അങ്ങ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ മറ്റേത് വിട്ടല്ലോ, ഇപ്പോൾ ഇതാണല്ലോ എന്നാണ് ഇപ്പോൾ സർക്കാർ ചോദിക്കുന്നത്. അങ്ങനെയല്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന വാദങ്ങളാണ്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് നേരത്തെ കൊടുത്ത സമൻസ് ആണ്. വന്ന് തെളിവ് കൊടുക്കാൻ പറഞ്ഞ് സമൻസ് ഇഷ്യൂ ചെയ്യുന്നു, ആൾ ഹാജരാകാൻ പറഞ്ഞിട്ട്. അതിനെതിരെ കോടതിയിൽ പോകുന്നു. കോടതി പറയുന്നു നേരിട്ട് പോകേണ്ടതില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നു. അന്വേഷണം നടത്തിയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് കണ്ടിട്ട് അത് ഇപ്പോൾ അതിലേക്ക് ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെ അടുത്ത സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഗവൺമെൻറ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ആർക്കൊക്കെയാണോ നോട്ടീസ് വന്നിരിക്കുന്നത്, ഇപ്പോൾ പേഴ്സണലി പോകേണ്ട കാര്യമില്ല. നേരത്തെ ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നേരിട്ട് പോകേണ്ട എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇതിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റേതായിട്ടുള്ള അതിൻ്റെ പരിണതഫലം, അടുത്ത പെനാൽറ്റി എന്നൊക്കെ പറയുന്നത് അത് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇദ്ദേഹം പറയുന്ന വാദങ്ങൾ അവിടെ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ, വേറൊരു വാദം എന്താണ്, RBI ആണ് ഇത് ഇഷ്യൂ ചെയ്തതുകൊണ്ട് RBIക്ക് മാത്രമേ ഇത് എൻക്വയറി ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. അതിലും RBI എന്ന് പറഞ്ഞു, RBIക്ക് അതിനുള്ള അധികാരമില്ല. എന്തെങ്കിലും ഫെമ വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു. നമുക്ക് ഡ്രൈവിങ് നടക്കുന്നത് വയലേഷൻ, എന്തെങ്കിലും ട്രാഫിക് റൂൾസ് വയലേറ്റീവ് ആണെങ്കിൽ ഡ്രൈവിംഗ് ഇഷ്യൂ ചെയ്ത അതോറിറ്റിയാണ് എനിക്കിതൊരു ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അത് ട്രാഫിക് പോലീസ് ഉണ്ട്, അതിൽ ചെല്ലാൻ വരും. അതിൽ നമ്മൾ വയലേഷൻ ഉണ്ടെങ്കിൽ അത് ലൈബിളാണ് എന്ന് പറയുന്നത് പോലെ ഈ RBIയുടെ കണ്ടീഷൻസ്, എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഉണ്ട്, അത് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല, അത് ഈ ഗവൺമെൻറ് കയ്യിലുണ്ടെങ്കിൽ അത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എക്സ്പ്ലനേഷൻ ശരിയായിട്ട് പറയുന്നില്ല, വ്യക്തമായിട്ടുള്ള മറുപടികൾ വരുന്നില്ല, നിയമസഭയിൽ മറുപടിയില്ല, ഈ അതോറിറ്റിയുടെ മുമ്പിൽ മറുപടി ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുന്നു, തടയാൻ ശ്രമിക്കുന്നു. ഹൈക്കോടതി സമ്മതിക്കുന്നത് നിങ്ങൾ നേരിട്ട് പോകണ്ടെന്ന് മാത്രം പറയുന്നു. ഇനി ഇതിനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. നേരിട്ട് ഇനി ഹൈക്കോടതി പോയാലും ഇടപെടാനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റേജിൽ കുറവാണ്. ആദ്യം അതോറിറ്റിയുടെ മുമ്പിൽ പോയി നിങ്ങളുടെ എക്സ്പ്ലനേഷൻ പറയാൻ പറയും. ഈ പറയുന്ന കാരണങ്ങളൊക്കെ വളരെ ശക്തമായി ബോധ്യമുള്ള ആളാണ് അദ്ദേഹം, എങ്കിൽ അത് പറയാമല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.